ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവർ വിരുന്നിന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് പുറം ലോകം അറിയുന്നത്. അമ്മ, അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ചെന്നപ്പോൾ മകളും ഉണ്ടായില്ല, ഈ മകനും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണല്ലോ അവർ, അപ്പോൾ അവരുണ്ടായില്ല. അപ്പോൾ ഞാൻ വെറുതെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അവിടുത്തെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു നീമ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങോട്ട് നോക്കണം. അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ പിന്നെ അവരും മുകളിലാണ്, ഇറങ്ങി വന്നിട്ടില്ല, ഇവിടെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി മോളെ ഫോണിൽ വിളിക്കുകയാണ്. 3 പ്രാവശ്യം വിളിച്ചിട്ടും മോളുടെ ഫോൺ സ്വിച്ച് ഓഫ്. അത് കഴിഞ്ഞ് ഞാൻ രാഹുലിനെ വിളിച്ചു. രാഹുൽ പറഞ്ഞു അമ്മ ഞാൻ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യണം വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഇവൻ വന്നു പറഞ്ഞു അത് ഞങ്ങൾ വൈകിയാണ് കിടന്നത്, അതുകൊണ്ടാണ് അവൾ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവൻ മുകളിലോട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോളെ ഇറങ്ങി വന്നു. പക്ഷേ മോളെ ഇറങ്ങി വന്നപ്പോൾ അത് എൻ്റെ മകളാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ആകെ ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുക മുഖം, ഇവിടെയാണെങ്കിൽ ഇത്രയുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മകളെയാണ് തിരക്കണം, സ്റ്റെയറിൽ കൂടി മോള് വരണമെന്നുണ്ടോയെന്നാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇല്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചാരി നിൽക്കുന്നത് ഇത് നീമ തന്നെയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ചെന്ന് ചോദിച്ചു ഞാൻ എന്ത് പറ്റി മോനിന്ന്. അപ്പം എന്ന് വെച്ചാൽ സംസാരിക്കാൻ ഒട്ടും വയ്യ, അത്രക്ക് അവശതയായിരുന്നു. കണ്ണൊന്നും തുറയണ്ടായില്ല, ഇങ്ങനെ തല ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ കിടപ്പം പറഞ്ഞ് ഇങ്ങനെ ബാത്റൂമിൽ വീണെന്ന് തന്നെ പറയാൻ അവൾക്ക് കഴിയുണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ബാത്റൂമിൽ വീണു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വീണമ്മാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു സംശയമായിരുന്നു എന്താ പറ്റിയതെന്ന്. ഞാൻ മോളെ വിളിച്ചൊരു കസേരയിൽ മുന്നിലിരുത്തിക്കൊണ്ടും ഞാനിങ്ങനെ നോക്കിയാണ് മോളെ. ആകപ്പാടി മുടിയൊക്കെ മാറ്റി ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നി, മൂക്കത്തുനിന്ന് ബ്ലഡ് വന്നി. പിന്നെ ഇവിടെ ഈ ചതവ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ ഇത് ബാത്റൂമിൽ വീണാൽ ഇങ്ങനത്തെ ഒരു ചതവ് വരില്ലല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും സംശയം തോന്നി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കഴുത്തിൽ പാടുണ്ട്. അപ്പം എന്താണ് അത് പിന്നീട് അവൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ ഈ നമ്മുടെ ചാർജറിൻ്റെ വയറിട്ട് കുടുക്കി കൊല്ലാൻ അവളെ ശ്രമിച്ചു. പിന്നെ ഇവിടെ ചെവി അടിച്ച്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇവള് ഇത് മുറുകി കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടി ഇവൾ ഓടാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ മുതുകത്തിട്ട് 3-4 ഇടി, ഇവിടെ ഇവിടെ ഇട്ടിടി. അത് കഴിഞ്ഞ് ബെൽറ്റിനിടിച്ചു. അത് കഴിഞ്ഞിട്ട് അടിച്ച്. അത് കഴിഞ്ഞിട്ട് ചെവി പൊത്തി ഒറ്റടിയിൽ മൂക്കൂത്തിയും തെറിച്ചു പോയി, ഒടിഞ്ഞു പോയി. ഇവള് ബോധം കെട്ട് വീണിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ കൂട്ടുകാരൻ തൊട്ടപ്പുറത്തെ മുറി കിടക്കുമ്പോണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഇവനും കേട്ടില്ല. കൊച്ചു ഒച്ചയെന്നല്ല വിളിച്ചെന്ന് പറയണം. കരഞ്ഞു. ഞാൻ ചോദിച്ചു മോനിങ്ങനെയൊക്കെ ചെയ്തിട്ട് മോൻ കരഞ്ഞില്ലേന്ന്. അപ്പോൾ ഒച്ചയിൽ കരഞ്ഞു. പക്ഷേ ഈ ഇപ്പുറം കിടക്കണ ഈ രാജേഷ് എന്ന് പറഞ്ഞ അവനും അറിഞ്ഞില്ലെന്നാണ് പറയണം. ഇവരാരും അറിഞ്ഞില്ലെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത്. കുടുംബം ഈ കല്യാണത്തിന് മുന്നേ സ്ത്രീധനം ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ കാറൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കാവുന്നത് ഞങ്ങൾ അങ്ങാട് പറയുന്നു. അപ്പോൾ അവരത് ഇതിൽ സമ്മതിച്ചതാണ്. അതിൽ അങ്ങനെ സമ്മതിച്ചു. അവളുടെ അച്ഛൻ പറഞ്ഞു നാളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ എൻ്റെ മകളൊരു ഉത്രേ വിസ്മയെ ആകരുതെന്നും കൂടി പറഞ്ഞിട്ടാണ് ഈ വിവാഹം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വാക്കുതർക്കുണ്ടായി. അപ്പോൾ ഇവൾ ഓടി സ്റ്റെയർമ വീണെന്നു. പക്ഷേ ഡോക്ടർക്ക് അത് മനസ്സിലായി ഇത് സ്റ്റെയർമ വീണതല്ലെന്ന്. ലാസ്റ്റ് അവളോട് സത്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പക്ഷേ കേസ് ആക്കണ്ടെന്ന് അവൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞേക്കണത് കേസാക്കണ്ടെന്നാണ്. അവൾ അത് കേട്ട് വിശ്വസിച്ചു. അവൾ കേസാക്കില്ല. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ ശരിക്കും പറഞ്ഞ ഒരു മരിക്കാത്തൊരു ശവമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനൊരു സംസാരിക്കാനോ അതല്ലെങ്കിൽ ഒന്ന് നേരെ നോക്കാനോ കണ്ണു തുറക്കാനോ പറ്റാത്തൊരവസ്ഥയിലുള്ള കുട്ടി ഇത്രയും മണിക്കൂർ മുമ്പ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സംഭവം അറിയണം. അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയായാലും മോളെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകും. നിങ്ങളോടുള്ള ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു ഈ രാഹുലിൻ്റെ? ഞങ്ങളോട് അവിടെ വെച്ചൊന്നും അവനൊരു മോശമായിട്ടും പെരുമാറില്ല. ഇവിടെ വന്നിട്ടും അവൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ അവൻ എന്ന് പറഞ്ഞാൽ അവന് 2 ക്യാരക്ടർ. ഒന്ന് അവൻ നന്നായിട്ട് പെരുമാറും. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ അവൻ മദ്യമല്ല കഴിക്കുന്നതെന്ന്. മദ്യം കഴിച്ച ഒരാൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ ചെയ്യില്ല. അവൻ്റെ ഭാര്യയല്ലേ 7 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ അതിനപ്പുറം എന്തോ അവൻ കഴിക്കുന്നുണ്ട്. അത് എന്താണെന്നൊന്നും നമ്മൾക്കറിയാൻ പാടില്ല. അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം
അപ്പോൾ അതിട്ടാണ് എൻ്റെ മോളെ 1 മണിക്കൂർ അവൻ ചവിട്ടി കൂട്ടി ചതച്ച് 7 ദിവസം കൊണ്ട് എൻ്റെ മോളുടെ ജീവിതം അവൻ പിച്ചി ചീത്തി വലിച്ചെറിഞ്ഞ്. തന്നെയാണ് അവനെ നിറക്കണ്ണുകളോടെയാണ് പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അന്ന് വീട്ടിൽ ചെന്ന വിരുന്നിനായി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ കാഴ്ചകൾ, അവിടെ എന്താണ് ഉണ്ടായത് എന്ന് പുറം ലോകം അറിയുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. കാരണം അത്രയും അധികം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇയാൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ നിരവധി പ്രാവശ്യം ചോദിച്ച് മൂക്കിൽ നിന്നും കാതിൽ നിന്നുമൊക്കെ രക്തം വരുന്നത് കണ്ട് ചോദിച്ചിട്ടാണ് ആ പെൺകുട്ടി ഉണ്ടായ കാര്യമെല്ലാം വെളിപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിന് പ്രതീക്ഷയിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം. കാരണം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അവർ ഗാർഹിക നിരോധന നിയമപ്രകാരം മാത്രമാണ്, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മാത്രമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി ഇയാൾക്കെതിരെയും ഇയാൾക്കും ഇയാളുടെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം.